ദിവസങ്ങളല്ല, മാസങ്ങളല്ല, വർഷങ്ങൾ പിന്നോട്ട് സഞ്ചരിക്കണം. അതെ, അരനൂറ്റാണ്ട് മുമ്പ് ഒരു വലിയ ജനക്കൂട്ടം ഒരു സിനിമയുടെ ആരംഭത്തിനായി ഒത്തുകൂടി. ബിഷപ്പുമാരും ദേശീയ പ്രമുഖരും ഉൾപ്പെടെ പങ്കെടുത്ത ആ ചടങ്ങ് യേശുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള സിനിമയുടെ ഭാഗമായിരുന്നു. നിർമ്മാതാവും സംവിധായകനുമായ P.A. തോമസ് സിനിമ പ്രഖ്യാപിക്കുമ്പോൾ മക്കൾ തിലകം എന്നറിയപ്പെടുന്ന തലൈവർ MGR ആണ് ചിത്രത്തിൽ യേശുവിൻ്റെ വേഷത്തിലെത്തുക എന്ന് പ്രചരിച്ചതോടെ ചിത്രം ആളുകൾക്കിടയിൽ വലിയ ശ്രദ്ധ നേടി. അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന M. കരുണാനിധിയായിരുന്നു ചിത്രത്തിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത്. MGR യേശുവിൻ്റെ വേഷവും ധരിച്ച് മുൾക്കിരീടം ചൂടി കുരിശും വഹിച്ചു നിൽക്കുന്നതുൾപ്പെടെ ഏതാനും ഫോട്ടോകളും ഇത് പതിപ്പിച്ച കലണ്ടറും പ്രചരിക്കുകയുണ്ടായി. ലക്ഷക്കണക്കിന് കലണ്ടറുകളാണ് അന്ന് വിറ്റുപോയത്. എന്നാൽ അപ്രതീക്ഷിതമായിരുന്നു അദ്ദേഹം ചിത്രത്തിൽ നിന്നും പിന്മാറുന്നത്. എന്നാൽ തമിഴ് മക്കളുടെ മനസ്സിൽ വലിയ സ്വാധീനം ചെലുത്തിയ മറ്റൊരാൾ ആ സിനിമയുടെ ഭാഗമായി. അത് മറ്റാരുമല്ല, മുൻ മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത. 1973 ഡിസംബർ 21 ജീസസ് എന്ന പേരിൽ ചിത്രം പുറത്തിറങ്ങുമ്പോൾ മുരളീദാസ് ആയിരുന്നു യേശുവായി വേഷമിട്ടത്. ചിത്രത്തിൽ ജമിനി ഗണേശൻ സ്നാപയോഹന്നാൻ്റെ വേഷം കൈകാര്യം ചെയ്തപ്പോൾ യൂതയായി MN നമ്പ്യാരാണ് വേഷമിട്ടത്. മലയാളത്തിലെ ഇന്നസെൻറ്റിൻ്റെ ആദ്യ ചിത്രം എന്ന പ്രത്യേകതയും ജീസസ് എന്ന ചിത്രത്തിനുണ്ട്. വയലാറും KJ യേശുദാസും ഉൾപ്പെടെ നിരവധി പേരാൽ സമ്പന്നമായിരുന്നു സിനിമയുടെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ്. വലിയ പ്രതിസന്ധികൾ താണ്ടി പുറത്തു വന്ന ചിത്രം സാമ്പത്തികമായി വൻ വിജയം സ്വന്തമാക്കിയിരുന്നു. എറണാകുളം സ്വദേശിയായ ജീസസിൻ്റെ സംവിധായകൻ P.A. തോമസ് സിനിമാ രംഗത്തേക്ക് എത്തും മുൻപ് നിരവധി ക്രിസ്ത്യൻ നാടകങ്ങളുടെ അണിയറയിൽ പ്രവർത്തിച്ചിരുന്നു. ചിത്രം പുറത്തിറങ്ങി അരനൂറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ സിനിമയുടെ ഭാഗമായ പലരും നമ്മെ വിട്ടുപിരിഞ്ഞെങ്കിലും ആ ഓർമ്മകൾ മരിക്കുന്നില്ല എന്നതാണ് വാസ്തവം.